തെളിച്ചമേകാൻ പൊൻപുലർക്കാലം വെളിച്ചമാകും നുറുങ്ങുവെട്ടം പക്ഷിപരാഗം തെളിച്ചു കാട്ടും വരുന്നു ദൈവം മനസ്സിനുള്ളിൽ തിളക്കമേകിടാൻ തരുന്നു ധ്യാന പ്രകാശമാർക്കും വിളക്ക് വയ്ക്കുമ്പോൾ നുറുങ്ങുവെട്ടം ഇറങ്ങിടട്ടെ ഹൃദന്തമെല്ലാം യുഗപ്രകാശത്താൽ മറഞ്ഞിടട്ടെ മാനാന്ധകാരം യുഗപ്രസാദത്താൽ നുറുങ്ങുവെട്ടം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. മത്തായി സുവിശേഷം 18-4 ഈ ശിശുവിനെ പോലെ നിങ്ങൾ ആകുന്നില്ലെങ്കിൽ സ്വർഗ്ഗരാജ്യത്തിൽ നിങ്ങൾക്ക് പ്രവേശിക്കാൻ സാധിക്കുകയില്ല. ഈശോ പറഞ്ഞ വാചകങ്ങളാണ്. കുഞ്ഞുങ്ങളുടെ ഒരു മനോഭാവം നമുക്കുണ്ടാകണം. കഴിഞ്ഞ ദിവസം ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴാണ് ഞാൻ ഒരു കാഴ്ച കണ്ടത്. എന്നെ ഏറെ ചിന്തിപ്പിച്ചു. 4-5 വയസ്സുള്ള ഒരു കൊച്ചു അവൻ്റെ കയ്യിൽ ഒരു മുട്ടായുടെ കവർ ഇരിപ്പുണ്ട്. ജ്യേഷ്ഠൻ അത് തട്ടിപ്പറിക്കാൻ നോക്കുകയാണ്. അവനേക്കാൾ 1 വയസ്സ് മൂപ്പായിരിക്കും അവന്. അമ്മ മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ചേട്ടൻ അവൻ്റെ കയ്യിൽ നിന്ന് ആ മുട്ടായി കവർ തട്ടിപ്പറിച്ചെടുക്കുന്നു. കൊച്ചു കരയാൻ തുടങ്ങി. ഇത് കാണുന്ന അമ്മ ചേട്ടൻ്റെ നല്ലൊരു അടി വെച്ച് കൊടുത്തു. ഉടനെ ചേട്ടൻ കരയാൻ തുടങ്ങി. അമ്മ ആ കവർ വാങ്ങിച്ച് ഇളയ അനിയൻ്റെ കൊടുത്തു. ചേട്ടൻ്റെ കരച്ചിൽ കാണുന്ന അനുജൻ ആ കവർ തിരിച്ച് ചേട്ടനെ കൊടുത്തു. എന്നിട്ട് അവൻ്റെ കണ്ണീര് തുടയ്ക്കുകയാണ്. ഉടനെ ചേട്ടൻ എന്ത് ചെയ്തു? ആ കവർ തിരിച്ച് അനിയൻ്റെ കൈ കൊടുത്തിട്ട് അവൻ്റെ കവളത്തൊരു ഉമ്മ കൊടുക്കുന്നു. നിഷ്കളങ്കമായ ഒരു സ്നേഹമാണ് നമ്മളവിടെ കാണുന്നത്. പലപ്പോഴും നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു ഭാവം. നമ്മുടെ ഉള്ളിലും ഈ കുഞ്ഞുങ്ങളുടെ മനോഭാവം, നിഷ്കളങ്കത ഉണ്ടായിരിക്കട്ടെ. 5 കാര്യങ്ങളാണ് കുഞ്ഞുങ്ങൾക്കുള്ളിലുള്ളത്. അവർ ചെറുതാണ്. നമുക്കും ചെറുതാകാൻ സാധിക്കട്ടെ, എളുപ്പപ്പെടാൻ സാധിക്കട്ടെ. അവരുടെ ഉള്ളിൽ നിഷ്കളങ്കതയുണ്ട്. നിഷ്കളങ്കത എന്ന് വെച്ച് കഴിഞ്ഞാൽ മുഖംമൂടി ഇല്ലാത്ത അവസ്ഥയാണ്. അവരെപ്പോഴും അമ്മയിൽ അപ്പനിലാണ് ആശ്രയിക്കുന്നത്. എപ്പോഴും അവൻ്റെ മുഖം മുകളിലേക്ക് ഉയർന്നിരിക്കുകയാണ്. നമ്മുടെ മുഖവും എപ്പോഴും സ്വർഗത്തിലേക്ക്, ദൈവം മാത്രമാണ് എൻ്റെ ആശ്രയം എന്ന രീതിയിൽ മുകളിലേക്ക് ഉയർന്നിരിക്കട്ടെ. ഭൂമിയിലേക്കല്ല, മുകളിലേക്ക്. കുഞ്ഞുങ്ങളുടെ കരങ്ങൾ എപ്പോഴും മുകളിലേക്കാണ്. അമ്മ എന്നെ ഒന്ന് എടുക്കാമെന്ന് ചോദിച്ചുകൊണ്ട് നമ്മുടെ കരങ്ങളിലും മുകളിലേക്ക് ഉയർന്നിരിക്കട്ടെ. ദൈവമേ, നീ മാത്രമാണ് എൻ്റെ ആശ്രയം. എൻ്റെ പ്രതിസന്ധി ഘട്ടം ഉണ്ടാകുമ്പോഴത്തേക്ക് മദ്യമല്ല, മയക്കുമരുന്നല്ല, മൊബൈൽ ഫോണല്ല, തെറ്റായ ബന്ധങ്ങളല്ല, നേരെ മറിച്ച് നിന്റെ കരം മാത്രമാണ് എൻ്റെ ആശ്രയമെന്ന് പറയാൻ സാധിക്കട്ടെ. ഏറ്റവും അവസാനമായിട്ട് ഈ കുഞ്ഞുങ്ങളെ കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ് തോന്നുന്നത്. നമ്മളെ കാണുമ്പോൾ മറ്റുള്ളവർക്ക് സന്തോഷമാണോ തോന്നുന്നത്, അതോ ഇറിറ്റേഷനാണോ ഉണ്ടാകുന്നത്? ഇന്നത്തെ ദിവസം ഈ കുഞ്ഞുങ്ങളുടെ ഈ 5 ഗുണങ്ങൾ നമുക്ക് സ്വന്തമാക്കാൻ ശ്രമിക്കാം. ഉറപ്പാണ് കേട്ടോ, സ്വർഗരാജ്യം നമുക്ക് കിട്ടും. ഈശോ പറഞ്ഞ കാര്യങ്ങളാണ്. നീ കുഞ്ഞിനെ പോലെ, ശിശുക്കളെ പോലെ ആകുന്നുവെങ്കിൽ നിനക്ക് സ്വർഗരാജ്യം ഉറപ്പാണ്. അതുകൊണ്ട് നമുക്ക് ഈ കുഞ്ഞുങ്ങളുടെ ഈ മനോഭാവം, നിഷ്കളങ്കതയും സ്നേഹവും ദൈവത്തിലുള്ള ആശ്രയം എല്ലാം ഒരുമിച്ച് വെക്കാം. അങ്ങനെ വിശുദ്ധിയിൽ, നന്മയിൽ ഈശോയുടെ നല്ല മക്കളായി ജീവിക്കാൻ ശ്രമിക്കാം. ദൈവം നമ്മളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.